ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കേക്ക് ഇഷ്ടമുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്നത്. ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ഈ മുകൾ ഭാഗത്തെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഷൈനി ആയിട്ടുള്ള ക്രിങ്കിളായിട്ടുള്ള അവിടെ എവിടെയെങ്കിലും ചുരുക്കം പോലുള്ള ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഈ ബ്രൗണി എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക, ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ബ്രൗണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. തുടക്കക്കാർക്ക് കേക്ക് മേക്കിംഗ് ബിസിനസ്സിലൂടെ മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ റെസിപ്പി പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ല ഡിമാൻഡുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ തിളച്ച വെള്ളം, ചൂടുവെള്ളം എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ബൗള് വെക്കുക. അതായത് ഈ ആവി ആ ബൗളിലോട്ട് ബൗളിൻ്റെ മുകളിലോട്ട് വരരുത്, എന്നാൽ ബൗളിൽ ആ ചൂട് നിൽക്കുകയും വേണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 2/3 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. മെലോയുടെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് സെയിൽ ചെയ്യണമെന്നൊക്കെ താല്പര്യത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് ഓയിലായിരിക്കും അവർക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓയിലിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാധാരണ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കും, എന്നിട്ട് ഇത് വയ്ക്കും. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, ആവി കണ്ടമാനം നല്ല ഭയങ്കര തിളച്ച് സ്റ്റൗവിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് നല്ലപോലെ ആവി വരും. അപ്പോൾ അങ്ങനെ ആവി വരുമ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിലോട്ട് ആവി വരാനും അത് ഈ ചോക്ലേറ്റിലോട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചോക്ലേറ്റ് സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മെൽറ്റായി കിട്ടില്ല. ഇതാവുമ്പോൾ കറക്റ്റായിട്ട് മെൽറ്റായി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ചെറിയ സാഷയുടെ ഒരു പകുതി, ഇങ്ങനെ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് കേക്കുകളിലൊക്കെ കോഫിയുടെ ഒരു ടേസ്റ്റ്, കോഫി പൗഡറൊക്കെ ചേർക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളമുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയുടെ കൂടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എസൻസ് ശരിക്കും നിർബന്ധമുള്ള കാര്യമല്ല, കാരണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്, കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ല് വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഡൗട്ട് അടിച്ച് നമ്മൾ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസ് അങ്ങോട്ട് ചേർക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് സാധാരണ വെള്ള കളറിലുള്ള നമ്മുടെ വൈറ്റ് ഷുഗറും അതിൻ്റെ കൂടെ 1/4 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്തിട്ട് 1 കപ്പിൻ്റെ അടുത്ത് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർ ചെയ്യുമ്പോൾ എപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മറ്റ് കേക്കുകൾ ഉണ്ടാക്കുന്ന പോലെ നല്ല പോലെ ബീറ്റ് ചെയ്ത് മുട്ട പതപ്പിച്ചെടുക്കുന്നില്ല. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗണിയുടെ ടെക്സ്ചർ മാറി അതൊരു കേക്കി ബ്രൗണി ആയിട്ട് മാറും. അതായത് അത് പൊങ്ങി കേക്ക് പോലെ വരും. അത് നമുക്ക് അത്രയും അങ്ങനെ പൊങ്ങി കേക്ക് പോലെ ആവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലോ സ്പീഡിലിട്ട് കുറച്ച് നേരം ബീറ്റ് ചെയ്ത് ആ പഞ്ചസാരയെ ജസ്റ്റ് ഒന്ന് മുട്ടയായിട്ട് മിക്സ് ചെയ്ത് ആ മുട്ടയുടെ കളറൊന്ന് മാറി വരുന്ന ആ ഒരു പരുവത്തിന് മാത്രം നമ്മളിത് അടിച്ചെടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളത് ഫോമി ആയിട്ട് നല്ലപോലെ പൊങ്ങി ഫ്ലഫി ആയിട്ട് വരുന്ന വരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ബ്രൗണി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി അവിടെ കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പ് ആവും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ഒന്നുകൂടെ അലിയാൻ വേണ്ടി ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി റിസ്ക് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്കവാറും പഞ്ചസാരയുടെ തരിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ
കേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരില്ല. അപ്പം അതുകൊണ്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പൊടിച്ച പഞ്ചസാര ചേർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് പഞ്ചസാരയൊക്കെ ഇതായിട്ടും ഇതിൻ്റെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെയാണ് നമ്മൾ ചേർത്ത് മെൽറ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് ഇതിൻ്റെ കൂടെ ഇളക്കുക. നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ആ പാത്രം മാറ്റി അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. വെള്ളമൊക്കെ തുടച്ച് ആ പാത്രം നീക്കി വയ്ക്കുക. ചെറിയ ഒരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതോടുകൂടി ഒഴിക്കാം. ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി പോലെ നമുക്ക് തോന്നും. ഒരു എന്താ പറയുക, ഒരു വഴുവഴുപ്പ് പോലെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അത് ഒരു കുഴപ്പമില്ല, അത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഞാൻ 1/2 കപ്പിൻ്റെ അടുത്ത് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 കപ്പിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ ചേർത്തു. ബാക്കി 6 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചേർക്കുന്നത് ശരിക്കും മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിൽ നല്ല ഒരു വ്യത്യാസം വരും. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, സാധാ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഫ്ലോർ ചേർക്കാം. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ അരിപ്പയിലിട്ടിട്ട് ആ സമയത്താണ് അരിച്ചെടുക്കുന്നത്. അല്ലാതെ അരിച്ച് മാറ്റിയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരിപ്പ വെച്ച് അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനനുസരിച്ച് ഫ്ലോർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡർ മതിയെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പ് മൈദ എടുക്കുക. ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ എടുക്കുക. എന്തായാലും ഒരു കപ്പിൻ്റെ അടുത്ത് ഫ്ലോർ നമുക്ക് വേണം. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ കട്ടിയാണല്ലോ, ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ മിക്സായി വരുമോ, കുറച്ച് പാല് ചേർത്താലോ എന്ന്. പക്ഷേ വേണ്ട, പാല് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇതിങ്ങനെ മിക്സാക്കി വരുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടും. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാറ്ററും അതിൻ്റെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന, മുട്ട ബീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ബ്രൗണി അതേ ഒരു ടെക്സ്ചറിൽ മുകൾ ഭാഗത്ത് നല്ല ഷൈനി ആയിട്ടുള്ള ഒരു ടോപ്പോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു ഫോമിലാണ്, ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്നുണ്ട്. എന്നാൽ ഒരുപാട് കട്ടി എന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ മടങ്ങി വീഴുമ്പോഴും അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഇതായിട്ട് വരികയാണ് അല്ലേ, അല്ലാതെ ഇങ്ങനെ കട്ടിക്ക് അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്നെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ടിന്നെടുക്കുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. പക്ഷെ ബ്രൗണിക്ക് നേരെ ഓപ്പോസിറ്റാണ്. ബ്രൗണിക്ക് നമ്മൾ ടിന്നെടുക്കുമ്പോൾ, കേക്ക് ട്രേ എടുക്കുമ്പോൾ കുറച്ചുകൂടി വീതിയുള്ള ട്രേ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രെഡിൻ്റെ ടിന്നെടുത്തിരിക്കുന്നത്. പക്ഷെ ഇതല്ല ശരിക്കും ഇതിന് വേണ്ടത്. കാരണം കേക്ക് ബേക്കായി വന്നു കഴിയുമ്പോൾ മുകൾ ഭാഗത്തൊക്കെ നല്ല ക്രിങ്കിൾഡ് ആയിട്ടുള്ള ഒരു ക്രിങ്കിൾ പോലെ ചുരുങ്ങി 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 കിട്ടും. നമ്മളിങ്ങനെ ഒരുപാട് കുഴിയുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ എടുത്തു പൊക്കി ഡീമോൾഡ് ചെയ്യാൻ നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത് പൊട്ടി പോകാനുള്ള ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോഴും നമ്മൾ ഒറ്റ ബട്ടർ പേപ്പർ ഇങ്ങനെ ചുറ്റി വയ്ക്കുക. അല്ലാതെ മറ്റേ പോലെ വെട്ടി ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രൗണി ഡീമോൾഡ് ചെയ്തെടുക്കാൻ, പാത്രത്തിൽ നിന്ന് വിട്ടെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും. ബ്രൗണി പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ പൊങ്ങി കിട്ടാനും ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബബിൾസൊക്കെ പോവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓവൻ
പ്രീ ഹീറ്റ് ചെയ്യുക. 175 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 30 to 35 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചൊക്കെ ടൈമിങ്ങിൽ വ്യത്യാസം വരും. ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കണം, ഉൾവശത്ത് നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഒട്ടാതെ കിട്ടുന്നുണ്ടോ എന്ന്. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്ന് പുറത്തെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത കേക്കിൻ്റെ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കമൻസിലൂടെ എന്നോട് അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.